ഈ അച്ഛന് മക്കൾ പല സമ്മാനങ്ങൾ നൽകാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും സമ്മാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. പിന്നെ നിർഭാഗ്യവശാൽ എൻ്റെ അച്ഛന്, ഞാൻ ആ സമയത്ത് ജോലിക്ക് കയറിയിട്ടില്ല, അതുകൊണ്ട് അതിന് മുന്നേ എൻ്റെ അച്ഛൻ മരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സമ്പാദിച്ച 1 രൂപ എടുത്ത് എൻ്റെ അച്ഛന് സമ്മാനമായിട്ട് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത് നമ്മളെ മരണം വരെ നമ്മുടെ മൈൻഡിൽ ഒരു പക്ഷെ പാകിസ്ഥാനിൽ ഈ മക്കൾ അച്ഛന് സമ്മാനം കൊടുത്തിട്ടുണ്ട്. അതെ, ഒരു 80 വയസ്സുള്ള അച്ഛനാണ് 32 കല്യാണം കഴിച്ച് ഒരു സമ്മാനമായി നൽകിയത്. അത് ഈ 80 വയസ്സുകാരനായ അച്ഛന് ഏകദേശം പേരക്കുട്ടികൾ ഉൾപ്പെടെ 80ഓളം മക്കളും മരുമക്കളും ഉണ്ട് എന്നുള്ളതാണ് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ വാർത്തകളൊന്നുമില്ല, എന്തിനാണ് ഇത്തരം വാർത്തകൾ ചെയ്യുന്നത് എന്ന് തോന്നുമ്പോൾ, അച്ഛന്മാരോട് സ്നേഹം കൂടുമ്പോൾ മക്കൾക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പാകിസ്ഥാൻകാർ പാഠം പറഞ്ഞു തരികയാണ്. അതായത് ഇതൊന്നും നമ്മൾ അംഗീകരിച്ച് നൽകുന്ന കാര്യങ്ങളല്ല. പിന്നെ പാകിസ്ഥാനിലായതുകൊണ്ട് എന്തുമാകാമല്ലോ, അവർക്ക് അവിടെ അങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ. വയസ്സിലും ഒരു തുണ വേണമെന്ന് ചിന്തിച്ചാൽ ഒന്നും പറയാൻ കഴിയില്ല. 80 വയസ്സിലും ഇപ്പൊ 80 വയസ്സിൽ ഒരു 65 വയസ്സ്, ഒരു 55 വയസ്സുള്ള ഒരു സ്ത്രീ ഒരു തുണ വേണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അയാളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത്. 82 വയസ്സിൽ 32 തന്നെ വിവാഹം കഴിക്കണമെന്ന് അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കഴപ്പ് മൂത്തു കിടക്കുന്ന പടുക്കള അവൻ്റെ സൂക്കേട്, ഇത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം അച്ഛൻ്റെ ബോറടി മാറ്റണം. അച്ഛൻ ഈ പേരക്കുട്ടികളെയും മറ്റു ഭാര്യമാരെയും മരുമക്കളെയൊക്കെ ബോറടിച്ചു തുടങ്ങി, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അച്ഛൻ ബോറടിച്ചു തുടങ്ങി. അതുകൊണ്ട് അച്ഛൻ്റെ ബോറടി മാറ്റണം. അതിനു വേണ്ടിയാണ് പാകിസ്ഥാനിൽ മക്കളെല്ലാം കൂടെ ചേർന്ന് ഒരു തീരുമാനം എടുത്തു, ഞങ്ങൾ അച്ഛൻ്റെ ബോറടി എങ്ങനെ മാറ്റും. അങ്ങനെ ചിന്തിച്ച് അച്ഛനോട് എന്നെ ചോദിച്ചു, അച്ഛൻ്റെ ബോറടി മാറ്റാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്കൊരു കല്യാണം കൂടെ കഴിച്ചാൽ എൻ്റെ ബോറടി മാറും. അപ്പോൾ ശരി എന്നാൽ അച്ഛനെ കല്യാണം. അപ്പോൾ കല്യാണം ആലോചിച്ച് ചെയ്തപ്പോൾ അച്ഛനോട് ചോദിച്ചു, അച്ഛന് എങ്ങനത്തെ പെൺകുട്ടിയാണ് വേണ്ടത്, അപ്പോൾ എത്ര വയസ്സുള്ള പെൺകുട്ടിയാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് കാണാൻ സുന്ദരിയായിട്ടുള്ള ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി വേണം, വലിയ പ്രായമൊന്നും വേണ്ട, ഒരു 25 മുതൽ 30 വയസ്സ് വരെക്കിടയിലാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷം, അതിൽ കൂടുതൽ ഒരു 40-ന് താഴെ വരെ എനിക്ക് പറ്റൂ, അതിനപ്പുറം എനിക്ക് പറ്റില്ല. അതങ്ങനെ മക്കൾ അന്വേഷിച്ചപ്പോൾ അപ്പോൾ മക്കൾ അന്വേഷിച്ചപ്പോൾ ഒരു പാവപ്പെട്ട വീട്ടില് ജീവിക്കാനെന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെയൊക്കെ ഉള്ളവർക്കല്ലേ കിട്ടുള്ളൂ, ഇപ്പോൾ പെൺകുട്ടികളുള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് സാമ്പത്തികമായി ഇദ്ദേഹം ഉയർന്ന ജീവിത രീതി പുലർത്തുന്ന ആളാണ്. അപ്പോൾ എന്നാ പിന്നെ അച്ഛൻ്റെ ബോറടി മാറ്റാം. 32 ഈ മക്കൾക്ക് തന്നെ, ഇയാളുടെ ഏറ്റവും മൂത്ത മകൻ തന്നെ ഏകദേശം 45-50-55 വയസ്സിന് അടുപ്പിച്ചുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 32 അച്ഛനങ്ങ് വിവാഹം ചെയ്തു കൊടുത്തപ്പോൾ എല്ലാവരെയും വിളിച്ചു കൂട്ടി, ഗ്രാമവാസികളെല്ലാം പങ്കെടുത്ത് പിന്നെ ദാൻഗ്ര നൃത്തവും ആഘോഷങ്ങളും മെഹന്തി ചടങ്ങും നടത്തിയാണ് 80-ാം വയസ്സിലെ പടുക്കളവന്റെ വിവാഹം പിന്നെ മക്കൾ നടത്തിയത്. ഏകാന്തതയും ബോറടിയും മാറാനും കുറച്ച് ആക്റ്റീവുമാകാനാണ് വിവാഹം കഴിപ്പിച്ചതെന്നാണ് മക്കൾ പറയുന്നത്. പരിപാടിയിൽ 100-ലധികം ഗ്രാമവാസികളും എത്തിയിരുന്നു. വിവാഹത്തിൽ താൻ വളരെ സന്തോഷവാനാണ് എന്നാണ് ബഷീർ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് ബഷീർ എന്നാണ്. കണ്ട വലിയ പ്രായമൊന്നും തോന്നില്ല, പക്ഷേ പാകിസ്ഥാൻ പഞ്ചാബിലെ സർഗോദ സ്വദേശിയാണ് ഇദ്ദേഹം. ഈ 32 സ്വദേശം എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല, കാരണം ആ പെൺകുട്ടിയും പാകിസ്ഥാനുള്ളതായിരിക്കും. സത്യത്തിൽ മക്കളായാൽ ഇങ്ങനെയൊക്കെ വേണമെന്ന് പലരും ചിന്തിക്കും അല്ലേ. ഇപ്പോൾ പിന്നെ അമ്മ മരിച്ചു പോയ അച്ഛന്മാരുണ്ടാകും, മക്കൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ ജീവിക്കുന്ന അമ്മമാരുണ്ടാകും. എൻ്റെ അമ്മയൊക്കെ, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഏകദേശം 12-13 വർഷത്തോളമായി. അതിനുശേഷം മക്കളെ എന്നും പറഞ്ഞ് എൻ്റെ അമ്മയൊക്കെ എൻ്റെ അച്ഛനല്ലാതെ വേറൊരാളെ വിവാഹം കഴിക്കുന്നു എന്ന് ചിന്തിക്കാൻ ഈ പ്രായത്തിൽ പോലും എനിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ അമ്മയോട് ഞാൻ ഈ കാര്യവും പറഞ്ഞ് ചെന്നാൽ എൻ്റെ അമ്മ ആദ്യം എൻ്റെ കർണക്കുറ്റിക്ക് 4 അടി അടിക്കും. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ കയറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് മറ്റൊരു തുണ വേണമെന്ന രീതിയിൽ മറ്റെന്ത് ഡിവോഴ്സ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികം നമുക്കുണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പൊ എത്ര പേര് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒറ്റപ്പെടുന്ന ഒരവസ്ഥ മനുഷ്യനുണ്ടാകുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ പറയും എനിക്ക് ഒരു അസുഖവും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല, തുള്ളിച്ചാടി ഓടിക്കളിച്ച് കിടക്കും. ഇവിടുന്ന് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ഡെയിലി അമ്മ വിളിക്കുമ്പോൾ എനിക്ക് അസുഖമാണ്, ചുമ, ശ്വാസം മുട്ടൽ, പനി, ദേഹം വേദന,
അപ്പം ഞാൻ തന്നെ ഇത് സ്വയം ചിന്തിക്കുന്നത്, വീട്ടിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ എന്നുള്ളൊരു ബോധം എൻ്റെ മൈൻഡിലുണ്ട്. എന്ത് വന്നാലും എനിക്ക് ആളുണ്ട് എന്നുള്ളൊരു ബോധം. കൊച്ചിയിലെത്തുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയോ എന്നുള്ള എൻ്റെ ഒരു ഭയമാണ് എന്നെ ഇത്തരം രോഗങ്ങൾ. അപ്പം ഇപ്പം നമുക്ക് എല്ലാവരും ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. പക്ഷേ ഇത് കുറച്ച് കടന്ന കൈയായി പോയില്ലേ എന്നാണ് എൻ്റെ ഒരു, ഇപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അച്ഛൻ ആക്റ്റീവ് ആകാനും, ഏത് തരത്തിൽ ആക്റ്റീവ് ആണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അച്ഛൻ ഒന്ന് ആക്റ്റീവ് ആകാനും ബോറടി മാറ്റാനും ഈ 80 മക്കള്, ഭാര്യമാര്, പേരക്കുട്ടികൾ 80 പേരുള്ള വീട്ടിൽ അയാൾ ഏകാന്തനും ബോറടിക്കാരനും എന്ന് പറയുമ്പോൾ എന്താണ് ഇവരുടെ ജീവിതാവസ്ഥ എന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. ഒരു 5 കല്യാണം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടോ? ജനാർദ്ദനാണ് അച്ഛൻ. മക്കൾ ജഗദീഷ് ഉൾപ്പെടെ, ജഗദീഷ് ഏത് വീട്ടിൽ കല്യാണം ആലോചിച്ച് പോയാലും അവിടെ എല്ലാം ജനാർദ്ദനാണ് ആ പിള്ളേരുടെ ഒക്കെ അച്ഛൻ. അപ്പൊ ജഗദീഷ് കല്യാണം ആലോചിച്ച് പോകുന്ന വീട്ടില് കല്യാണ പെണ്ണെന്ന് പറയുന്നത് ജഗദീഷിന്റെ സഹോദരി. അപ്പൊ അതുപോലെയാണ് അച്ഛന് 65 വയസ്സായാലും അച്ഛൻ വിവാഹിതനാകണം, അച്ഛന് വിവാഹം കഴിക്കണം. ഇതൊരു മാനസിക പ്രശ്നം കൂടിയാണ്. എത്ര വിവാഹം കഴിച്ചാലേ ബോറടി മാറുകയുള്ളൂ, ആക്റ്റീവ് ആകുകയുള്ളൂ. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാം അല്ലേ? ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ഇതിന്റെ പ്രായത്തിനൊത്ത ഒരാളെ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ച് നൽകിയാലും അതൊരു അല്ലെ, അയാളെ കുറിച്ച് കുറച്ചുകൂടി നല്ല രീതിയിൽ ആളുകൾ സംസാരിക്കും. ഇത്തരം വിവാഹങ്ങൾ വലിയ രീതിയിൽ മലബാർ മേഖലയിൽ പണ്ടുണ്ടായിരുന്നിട്ടുണ്ടല്ലോ. മലബാർ മേഖലയിൽ മാത്രമല്ല ശ്രീത്ത്, ഇതിനിടയ്ക്ക് നമ്മൾ തന്നെ മീഡിയ മലയാളത്തിൽ ഒരു വാർത്ത ചെയ്തു. 40 വയസ്സുകാരനായ ഒരു ഇറാനിലാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇറാനാണ്, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, 9 വയസ്സുകാരിയെ വിവാഹം ചെയ്തു. 40കാരൻ. ഈ ആദ്യ രാത്രിയിൽ ഒരു 9 വയസ്സുകാരിയായ കൊച്ചി രക്തസ്രാവമുണ്ടായി മരണപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ വിവാഹപ്രായം 9 ചുരുക്കി എന്നുള്ളതാണ്. അപ്പോൾ 62 വയസ്സായവരിനും 9, 10 വയസ്സുള്ള പെൺകുട്ടികൾ വിവാഹം കഴിക്കാം. അതിന് അതെ, തെറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് പട്ടാളം ഭരണത്തിൽ പോകുന്ന ഒരു രാജ്യമാണ്. അവിടെയും ഇത്തരത്തിൽ പിന്നെ ആളുകൾക്ക് ആരെയും വിവാഹം കഴിക്കാം. 100 വയസ്സായവനും 18 വയസ്സുള്ള പെൺകുച്ചിനെ വിവാഹം കഴിക്കാം. അല്ല, അതോടൊപ്പം തന്നെ അങ്ങനെയല്ല പറയുമ്പോഴും ഈ നാം വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കാണുന്നത്, ഇപ്പൊ ട്രംപിന്റെ ഭാര്യ, അവരുമായിട്ട് വലിയ ഏജ് ഡിഫറൻസ്. അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളിൽ നടക്കുന്നുണ്ടല്ലോ. കാരണം ഇത് പ്രധാനമായി പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ പണമായിരിക്കും അല്ലെങ്കിൽ മതമായിരിക്കും. ഇത് രണ്ടിലേതെങ്കിലും ഒരു ചൂണ്ടിക്കാട്ടിയായിരിക്കും ഈ വിവാഹങ്ങൾ പലതും നടക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ശ്രീത്ത് പറഞ്ഞ ഒരു കാര്യം കൃത്യമാണ്, പണം. കാരണം ഞാൻ ഒരു 80കാരനെ കല്യാണം കഴിച്ചാൽ എൻ്റെ താഴേക്ക്, അല്ലെങ്കിൽ ഞാൻ ആ വീട്ടിലെ മൂത്ത പെൺകുട്ടിയാണ് എങ്കിൽ എൻ്റെ അനിയത്തിമാരുണ്ടാകും, അനിയന്മാരുണ്ടാകും. എൻ്റെ കുടുംബം വളരെ സാമ്പത്തികമായി താഴ്ന്ന നിലയിലുള്ള ഒരു കുടുംബമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ കല്യാണം കഴിച്ച് പോയാൽ, ഈ 80കാരനെ കല്യാണം കഴിച്ചാൽ സാമ്പത്തികമായി എൻ്റെ വീട് രക്ഷപ്പെടും. അപ്പം എന്നെ ബലി കൊടുത്താലും കുഴപ്പമില്ല, എൻ്റെ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്നുള്ള ഒരു ധാരണ ഉണ്ടാകുമല്ലോ. ആ ധാരണയുടെ പുറത്താണ് ഈ കുട്ടികൾ ഇങ്ങനെ പോകുന്നത്. പിന്നെ ഈ പറയുന്നതിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം, അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ഇപ്പൊ പെൺകുട്ടികളുടെ ഇഷ്ടമൊന്നും അല്ലല്ലോ അവിടെ നോക്കുന്നത്. അവിടെ പണം അങ്ങോട്ട് കൊടുത്തുനിന്ന് വിലക്ക് എടുക്കുന്നത് പോലെയാണ്. പക്ഷെ 80 വയസ്സായി ഇയാൾ എത്ര കാലം ജീവിച്ചിരിക്കും? ഈ പെൺകുട്ടി എത്ര നാള് ഈ സുമംഗലിയായി ജീവിക്കും? ഇതൊക്കെ എപ്പോഴും ഈ സുമംഗലി എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണല്ലോ. ഇവർക്കതൊന്നും വിഷയമായിരിക്കില്ല. എന്തായാലും 2 പേർക്കും വിവാഹ മംഗളാശംസകൾ നേരുന്നു.